നല്ലെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വട്ടത്തിലരിഞ്ഞ് ഇഞ്ചിയിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് നമ്മൾ മൂപ്പിച്ച് വറുത്ത് കോരിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ പാകത്തിന് ആക്കണം. ഇതാണ് എൻ്റെ കറക്റ്റ് ഭാഗം. എണ്ണയിലോട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടെ ഇട്ട് ഇതേപോലെ തന്നെ വറുത്തെടുക്കണേ. വറുത്ത ഇഞ്ചി ഇനി മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. ഇനി ഉള്ളിയും കോരിയെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ കുറച്ച് ജീരകവും കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് 2.5 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉലുവ പൊടിയും കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കണം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച ഇഞ്ചി ചേർത്തൊന്ന് ഇളക്കണം. അതിനുശേഷം പുളി, നമ്മൾ ആവശ്യത്തിനുള്ളൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. നല്ലോണം അതിൻ്റെ വെള്ളം, പുളിവെള്ളം ചേർത്ത് ഒന്നുകൂടെ നല്ലോണം തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് മൂപ്പിച്ച് വെച്ച ഉള്ളി, കൊച്ചുള്ളി, അത് കൈ കൊണ്ട് തന്നെ പൊടിച്ച് ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള നമുക്ക് എത്രയാണ് ഗ്രേവി വേണം അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായ കായവും അവസാനം ഒരല്പം, ഒരു ശകലം ശർക്കര ചേർക്കുന്നുണ്ട്, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇഞ്ചി